നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പ്രാർത്ഥനയുടെ ഫലം, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് ഞാൻ കാവലാക്കിയതിന്റെ ഫലം. എന്റെ കുഞ്ഞു മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അവനെ കണ്ടോ? പിന്നെ കാണാതെ ഡോക്ടർമാരൊരു പരുവാക്കിയിട്ടിരിക്കുക എന്റെ മോന്. അവര് വയറ് കഴുകോ വയറിളക്കോ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യാവുന്ന പഠിച്ച പണി 18 നോക്കിട്ടാ എന്റെ കുഞ്ഞിന്റെ ശരീരത്തിലേറിയ വിഷാംശം മുഴുവൻ അവര് കഴുകിക്കളഞ്ഞത്. വേദന കൊണ്ട് അവൻ കരയുക. ഒരമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാനാവില്ല. പക്ഷെ ഞാൻ കണ്ടു. എന്റെ മോന്റെ അവസ്ഥ ഞാൻ കണ്ടുകൊണ്ട് നിന്നു. അതെന്തിനാണെന്നറിയോ? എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെ ശക്തിയോടെ പ്രതികരിക്കാൻ. അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാ ഞാൻ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നത്. എന്ത് ഒരു ഭാമി നീ പറയുന്നേ? മറ്റുള്ളവരുടെ പ്രതികാരം തീർക്കാൻ സ്വന്തം മകന്റെ ദയനീയാവസ്ഥ കണ്ട് ആസ്വദിക്കുന്നോ? നിന്റെ മനസ്സ് ഇത്രയും കട്ടിയാണോ? ആക്കിയതാ ഇവളുടെ കുഞ്ഞേച്ചി അവളുടെ അമ്മയും കൂടി. രാഘവേട്ടൻ അറിയോ? ശാലിനി നിങ്ങളെ തലയെ കെറ്റിക്കൊണ്ട് നടക്കുന്നത് കളക്ടർ മാഡം തന്നെ. അവളുടെ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് അതില് വിഷം ചേർത്ത് എന്റെ മകനെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു. സത്യമേ, അമ്മയെ കൊണ്ടാകുമ്പോഴേ അവളുടെ നേരെയുള്ള ഒരു അന്വേഷണം വരില്ലല്ലോ. ശിവ ശിവ, എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? അല്ല, വീരകഥകൾ ഇനിയുണ്ട്. അടവുകൾ പലതും എടുത്തിട്ടും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോ കൊന്നു പകരം വീട്ടു അവള്. കാർത്തികയെ കാറിലിട്ട് കത്തിച്ചതിലും കളക്ടർ മാഡത്തിന് പങ്കില്ലെന്ന് ആരാ കണ്ടത്? ഇല്ലെങ്കിൽ അവളത് അവളുടെ അച്ഛനെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും. കുടുംബത്തുള്ളവരും മൊത്തം കൊലയാളികളാകുമ്പോ പേടിക്കണം രാഘവേട്ട, പേടിക്കണം. ഇവളെയൊക്കെ പേടിക്കണം. ദേ, നാളെ നമ്മൾ ഇതുപോലെ ചത്തുമലച്ച് ഉറങ്ങി എഴുതേക്കാൻ പറ്റാതെ കടലിൽ കിടക്കില്ലെന്ന് ആര് കണ്ടു രാഘവേട്ട? കുടുംബശ്രീ ശാരദ ഹോട്ടലല്ല നടത്തുന്നത്, വിഷച്ചോറ് കെട്ടി കൊടുക്കുക. ഇത്രയും കാലം കൊണ്ട് ഇവളുമാരൊക്കെ എത്ര പേരെ കാലുപുരിക്ക് അയച്ചു എന്ന് വല്ല നിശ്ചയമുണ്ടോ? സത്യമേ, ഉണ്ടോന്നാ? കൊന്നവരുടെ കണക്ക് സൂക്ഷിക്കുന്ന മരണബുക്ക് വല്ലതും നിന്റെ അമ്മയുടെ മേശവലിപ്പിൽ ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ പറ, എന്റെ മകന്റെ നമ്പർ എത്രയാണെന്ന്. അവനെ കൊല്ലാൻ നോക്കുന്നത് എത്രാമത്തെ തവണയാണെന്ന്. മതി സത്യമേ, ഇനി ഇത് കേട്ട് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല. ഞങ്ങൾ അമ്മയും മക്കളും അന്നം കൊടുത്ത് ജീവിച്ചവരാ. അക്ഷയപാത്രത്തിൽ എന്ന പോലെ ആ ഹോട്ടലിൽ ഭക്ഷണം ചോദിച്ചു വന്നവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത പാരമ്പര്യമുണ്ട്. അതിപ്പോഴും അങ്ങനെ തുടരുന്നതിനുള്ള കാരണം അന്നത്തെ ബഹുമാനിക്കുന്നുണ്ട്. അന്നം കൊടുത്ത് അന്നം വാങ്ങാനുള്ള കഴിവ് ഓടേ തമ്പുരാൻ എന്റെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് മാത്രമാ. അതിൽ കളവെന്റെ അമ്മ കാണിക്കില്ല സത്യമ്മ, ഞങ്ങളും മക്കളും കാണിക്കില്ല. പിന്നെ ഞാനാണോടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? ദേ, എന്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കെട്ടും ഭാണ്ഡോടുത്ത് ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.